ഹലോ, അതെ അതെ. ഈ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, മന്ത്രിമാരാരും തന്നെ അനുശോചനം രേഖപ്പെടുത്താൻ വീട്ടിലെത്തിയില്ല എന്നൊരു വിമർശനം ഉയരുമ്പോഴാണ് വി.എൻ. വാസവൻ ബിന്ദുവിന്റെ വീട് സന്ദർശിക്കുന്നത്. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? മന്ത്രി വി.എൻ. വാസവൻ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള മറ്റുദ്യോഗസ്ഥർക്കൊപ്പം എത്തിയാണ് ബിന്ദുവിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നവരെ അമ്മയടക്കം ചേർത്ത് നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, സൂപ്രണ്ട് അടക്കമുള്ളവരും മന്ത്രിക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് എടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും മന്ത്രി ഇവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനുണ്ട്, അദ്ദേഹവുമൊക്കെയായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരുപക്ഷെ ഈ കുടുംബത്തെ സംബന്ധിച്ച് വലിയ ഒരു വേദനയാണ് ഉള്ളത്. ഈ ഒരു സംഭവം, ആ ഒരു സംഭവം ഉണ്ടായതിന് പിന്നാലെ ആരും സന്ദർശിക്കുന്നില്ല എന്നൊരു വലിയ പരാതിയായിരുന്നു ഉയർന്നത്. കോൺഗ്രസ് നേതാക്കളടക്കം ഉന്നയിച്ചിരുന്നത് ഇത്തരമൊരു ഗുരുതര പരാതിയാണ്. അതായത് ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ആരും രംഗത്തെത്തിയില്ല. ഈ കുടുംബത്തിനൊപ്പം ഉണ്ട് എന്ന് ആരും തങ്ങളോട് പറഞ്ഞില്ല എന്ന പരാതി കുടുംബവും ഉന്നയിച്ചിരുന്നു. എന്തായാലും അതിനെല്ലാം പിന്നാലെയാണ് അല്പസമയം മുമ്പ് മന്ത്രി വീണ ജോർജ് ഫോണിൽ ഇദ്ദേഹവുമായി, ഭർത്താവുമായി സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. ഇതിലെല്ലാം തങ്ങൾ വിശ്വസിക്കുകയാണ്, സർക്കാർ ഒപ്പമുണ്ട് എന്ന നിലപാട് അത് വിശ്വസിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. എന്തായാലും അതിനെല്ലാം പിന്നാലെയാണ് മന്ത്രി വി.എൻ. വാസവൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, സൂപ്രണ്ട് അടക്കമുള്ളവർക്കൊപ്പം എത്തി ഈ കുടുംബവുമായി സംസാരിക്കുന്നത്. ഒന്ന് പോക്കാവോ ഇല്ലേട്ടാ? അപ്പോൾ കാര്യങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് മരണകാരണം നിർണ്ണയിക്കാൻ വീണപ്പോൾ തന്നെ ഡെത്തായതായിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണിക്കുന്നത്. ആ സമയത്ത് ശ്വാസമുട്ടെല്ലാം തലച്ചോറിന് വീണപ്പോൾ തന്നെയാണ് മരണകാരണം അതിനെ നോക്കിക്കും. അപ്പോൾ ആരോഗ്യമുള്ള കാര്യങ്ങളെല്ലാം നീക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയായി സംസാരിച്ചിരുന്നു. സാമ്പത്തിക സഹായത്തിലുള്ള 11-ാം തീയതിയാണ് മന്ത്രിസഭാ യോഗം. വലിയ തുക തീരുമാനിക്കുന്നില്ല. മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് കുട്ടിയുടെ ചികിത്സ പൂർണ്ണമായി നിലച്ചു. സൂപ്രണ്ടുണ്ട്, അവിടെ കൊണ്ടുപോകുകയാണ്. മോളത്തോടെ അത് ഇപ്പോൾ നിങ്ങൾ പറയുന്ന ദിവസം തന്നെ മെഡിക്കോയിൽ അഡ്മിറ്റ് ചെയ്ത് ക്ലിയറായി തിരിച്ചു വരുന്നതോടുമുള്ള മുഴുവൻ ചെലവ് നമ്മൾ വഹിച്ചോളാം, പൂർണ്ണമാക്കി തരാക്കി ഡോക്ടറെ കൂടെ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ മോളിന്റെ അടുത്ത് ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞ് ഇറങ്ങിയ ഒരു ട്രെയിനിങ്ങിന് ഒരു മാസമായുള്ള തൽക്കാലം മെഡിക്കൽ കോളേജിന്റെ HDC എന്നിൽ ഞങ്ങൾ കളക്ടറുണ്ട്, സെക്രട്ടറി ഉണ്ട്, ഞങ്ങളെല്ലാം കമ്മിറ്റിയിലുള്ള ആളുകളാണ്. തൽക്കാലം അവിടെ നമുക്ക് ജോലി ഉണ്ടാകാം. പിന്നെ ഗവൺമെന്റ് സിസ്റ്റത്തേക്ക് ബാക്കി കാര്യങ്ങളായിരിക്കും കേട്ടോ.
എല്ലാ കാര്യത്തിലും അതെ നമുക്ക് അതെ, ഈ കുടുംബത്തിന്റെ അതെ അതെ നമുക്ക് നോക്കാം. ചേച്ചിയായിരുന്നു കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഉണ്ടാക്കും. രണ്ടുപേരും ലോണിലാണ്, ലോൺ എടുത്തിട്ടാണ് പഠിച്ചത്. ലോൺ എടുത്തിട്ടാണ് പഠിച്ചിരുന്നത്. ഒരു ചെറിയ ശമ്പളത്തിലുള്ള മാറ്റി ആലോചിക്കാം കേട്ടോ. അത് നമ്മൾ സ്ഥിരമാക്കുന്നൊരു ഭാവിയിൽ ആലോചിക്കാം. തൽക്കാലം മെഡിക്കൽ കോളേജ് ഡെവലപ്മെന്റ് കമ്മിറ്റി ആലോചിക്കാം കേട്ടോ. 2020 ആലോചിക്കാം. ചേച്ചിയാണ് ഈ കുടുംബം നടത്തിക്കൊണ്ടിരുന്നത്. അമ്മയൊന്നും വിഷമിക്കണ്ട, എല്ലാ കാര്യത്തിലും ഉണ്ട് സർക്കാർ കൂടെ. പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പറഞ്ഞ കാര്യമില്ല. സെൽവനും മറ്റു പ്രസിഡന്റും വന്നിരുന്നു എന്നോട് പറഞ്ഞു. തുകയുടെ കാര്യം തീരുമാനിക്കുന്ന നമുക്ക് മുഖ്യമന്ത്രി വരുന്നത് മന്ത്രി അല്ലാതെ സാറിന് ക്യാബിനറ്റാ തീരുമാനം. ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. അതെല്ലാം ഇന്നലെ മുഖ്യമന്ത്രി അവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ സംസാരിക്കുകയും പുള്ളി അപ്പം തന്നെ ഇത് ധനസഹായം കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു. ചൂടാതെ കളക്ടറോട് ഇന്ന് ഇവിടുത്തെ സ്ഥിതി വെച്ച് റിപ്പോർട്ട് എഴുതി തരാൻ പറഞ്ഞു. അതുകൂടെ കണ്ടു. അപ്പൊ അതോടെ വെച്ച് റിപ്പോർട്ട് ഇപ്പൊ കളക്ടറോട് വാങ്ങിയിട്ട് വേറെ പറമ്പില്ല, നമുക്കില്ല. അത് പറഞ്ഞു ഒന്നും വിഷമിക്കണം. രണ്ടുപേരാണ് മക്കളല്ലേ. മോനെടുക്കുന്നു. മോള് പുതിയ നേഴ്സിംഗിന് പഠിക്കുകയാണ്. ആന്ധ്രയിലെ അപ്പോളോ ഹോസ്പിറ്റൽ. BSc നഴ്സിംഗ്. ഇപ്പൊ 4ാം വർഷം തീരാറായി. അതിനെ പഠിപ്പിക്കാനാണ് ഈ പൈസ എല്ലാം നമ്മൾ ഇവരെയും പഠിപ്പിച്ചു. അതിന്റെ ബാധ്യത അപ്പൊ അങ്ങനെ ഞങ്ങൾ ആകപ്പാടെ വിഷമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും മരണോട് വന്ന് ഞങ്ങളുടെ പ്രത്യക്ഷമായുണ്ട്. എല്ലാ ഓപ്പറേഷനും പോയപ്പോ എന്റെ ഭാര്യ ഓപ്പറേഷൻ ഞാൻ ഇച്ചിരി താത്തി പിടിക്കണം. ഫ്രെയിമിൽ കയറി വരും. നിങ്ങളല്ല റിപ്പോർട്ടറെ. എനിക്കാണെങ്കിൽ മട്ടന്നൂർ നേരെ പിടി. എല്ലാ സമയത്തും ഒന്നും ഇല്ല. ഇവിടെ സെൽവനും തന്നെ അങ്ങോട്ട് സാർമാർക്കറിയാം. അവർ വന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ CM വന്നപ്പോൾ തന്നെ ഈ വിഷയം അവതരിപ്പിച്ചു. അപ്പൊ നിങ്ങളപ്പുറം ഇതെല്ലാം സംസാരിച്ച് പോസ്റ്റ്മോർട്ടത്തിനുള്ള ഒരു കളക്ടറെ കൊണ്ട് ഞങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് തെളിവിച്ചാണ് പെട്ടെന്ന് സൂപ്പർ 100% നിർഭരം ഞങ്ങളുടെ കാർക്കൊക്കെ അങ്ങനെ തന്നെ ഞങ്ങൾ ആകപ്പാടെ വേണ്ട കാര്യങ്ങൾ സാറിന് തന്നെ ചടങ്ങെല്ലാം ഇന്നത്തെ കഴിഞ്ഞു. ഇനിയിപ്പോ ഇന്ന് സഞ്ജയ് അടുത്ത പരിപാടി ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് ബാക്കിയുള്ള കാര്യം സഞ്ജയ് അങ്ങനെ തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്യാനുള്ള ആയിക്കോട്ടെ. കൊച്ചിന്റെ കാര്യം കൊച്ചിന്റെ എപ്പോഴാണ് നാളെ കൊണ്ടുവന്ന് നാളെ തന്നെ തിങ്കളാഴ്ചത്തെ കൊച്ചു കുറച്ച് മെന്റൽ ഡിപ്രഷനിലാണ്. നിങ്ങൾ എപ്പോ കൊണ്ടുവന്നാലും ഇത് സൂപ്രണ്ടും പ്രിൻസിപ്പലും നിൽക്കുന്നു. നിങ്ങൾക്ക് അവിടെ റൂം അറേഞ്ച് ചെയ്ത് ട്രീറ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും വേണ്ട. നിങ്ങളവിടെ വരുന്ന ദിവസം ഒന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞാൽ മതി. കുസുമ സാറോ അല്ലെങ്കിൽ ഇവരാരോടും പറഞ്ഞാൽ അല്ലെങ്കിൽ വേണു വെച്ചിട്ട് മെമ്പർ അവിടെ എപ്പോഴും ഉണ്ട്. പുള്ളി ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ കൂടെ വന്ന് നമ്മൾ എല്ലാ കാര്യം ചെയ്തിട്ട് സൂപ്രണ്ടാക്കാനും കൂടെ വന്ന് വരുന്ന സമയം ഒന്ന് അറിയിച്ചാൽ മതി. നിങ്ങളൊന്നും വിഷയങ്ങളും കൂടെ വന്ന് അഡ്മിഷനും മറ്റു കാര്യങ്ങളെല്ലാം എടുത്ത് ബന്ധപ്പെട്ട ഡോക്ടറെ കൊണ്ട് അറേഞ്ച് ചെയ്ത് സാറ് കൂടെ വന്ന് ഈ കാര്യം ട്രീറ്റ്മെന്റ് പൂർണ്ണമായി ചെയ്യും. ഒരു ചെലവ് നിങ്ങൾ ഓടക്കണ്ട. അതിന് പൂർണ്ണമായി പൈസ ഞങ്ങൾ കിട്ടും. അത് പറഞ്ഞില്ല. അതും പറഞ്ഞില്ല. താൽക്കാലിക ജോലിക്ക് നമുക്ക് മെഡിക്കൽ കോളേജ് ചികിത്സമായിട്ട് സൗകര്യം ഉണ്ടാക്കാം. സൂപ്രണ്ട് അദ്ദേഹത്തെ കണ്ടാൽ കേട്ടോ. അല്ല ഞങ്ങളുണ്ടാവും. ഞങ്ങളെല്ലാം പറ്റിയിട്ടുണ്ട്. ഒന്നും വിഷയമില്ല. നിങ്ങൾ ആരെങ്കിലും
സൂപ്രണ്ടിനെ നേരിട്ട് കണ്ട് ഈ അപേക്ഷ കൊടുത്തോളൂ. കളക്ടറുണ്ട് അതിന്റെ ചെയർമാൻ, അദ്ദേഹമാണ് ഇച്ചിരി അല്ല സൂപ്രണ്ടാകുമ്പോൾ അവിടെ എപ്പോഴും ഉണ്ട് കേട്ടോ. ഇവർ പറഞ്ഞൊരു സുഖം കേട്ടോ. ബാക്കി ക്യാബിനറ്റ് തീരുമാനം കഴിഞ്ഞാൽ അന്നേരം ഞാൻ വിളിച്ചാൽ എല്ലാ കാര്യത്തിലും ഉണ്ട് കേട്ടോ. മനസ്സിലായി മേടിക്കാനില്ല കാണാൻ ജീവന എല്ലാ കൺവെൻഷനും പോകുന്നതാണ്. ഞാൻ അന്നേരം തന്നെ ഇവിടെ ഉണ്ടായപ്പോൾ തന്നെ വിളിച്ചു പോയി. അന്നേരം അമ്മച്ചി പരിപാടി വരുന്ന കാര്യമെല്ലാം പറഞ്ഞു. എവിടെ എല്ലാം പോയി, കോട്ടയത്ത് എത്ര പ്രാവശ്യം പോയി, വയ്യാത്തുള്ള ജാതയ്ക്കൊന്നും പോകട്ടെ, അത് ജാതയ്ക്ക് കൊടിയും പിടിച്ച് പോകുന്നത് അമ്മ പോകും. എനിക്ക് അത്രയും ഒരു തിരിച്ചുള്ളതാണ്. കഴിച്ചു. ഞങ്ങളിപ്പോ ചോറ് കഴിച്ചായിരുന്നു. അങ്ങനെ തൊട്ട് പട്ടിണി അമ്മയ്ക്ക് കൊടുക്കണം. കരച്ചിന് മാത്രമേ മകള് പോയ വിട്ടുമ്പോ അത് കാണാൻ പറ്റില്ല. ഞാൻ കൊച്ചിനെ ഇപ്പൊ ഡോക്ടറെ നോക്കണം. ഇപ്പൊ ഡോക്ടറെ നോക്കണം. ഇല്ല, ഡോക്ടർ ഇപ്പം മെഡിസിൻ കൊടുത്താണ് വിട്ടേക്കണത്. അവിടെ പോകാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് എപ്പോഴും ഓട്ടുന്നതിന് മുമ്പ് കുട്ടിക്ക് അസ്വസ്ഥത തോന്നി അപ്പം തന്നെ നമ്മൾ വിളിച്ചു കുട്ടിയാണ് ഇപ്പൊ ഉള്ളത് നമ്മളിപ്പോ ഉള്ള ഡിപ്രഷന്റെ ആ ഒരു ഡിപ്രഷന്റെ അതിന്റെ ഒരു ഇതേ ഉള്ളൂ. ഇന്നത്തെ ഈ ഇന്നത്തെ ഈ സംസ്കാര ചടങ്ങിനെല്ലാം ഉള്ള ഒരു 50,000 രൂപയാണ്. നേരത്തെ ചടങ്ങിന് മാത്രമല്ല, അത് നമ്മൾ HDS-ന്റെ അച്ഛൻ്റെ പേര് ചെക്കായിട്ട് നാളെ ബാങ്കിൽ കൊടുത്താൽ മതി. ഞാൻ ഒറ്റയ്ക്ക് എന്റെ ഭാര്യ കാണുന്നില്ല, മക്കളെയും കാണാൻ. ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്ന് ഞാൻ പരിചയം വന്ന് മറ്റൊരു കണ്ട് തിരിച്ചറിഞ്ഞു പെട്ടെന്ന് വരാം കയറി ടാക്സ് കൊണ്ട് അർത്ഥം വന്ന സമയം മറ്റുള്ള തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കുടുംബത്തിന് ഉറപ്പാക്കും. നമ്മളിപ്പോൾ ആരും
മരിച്ച ബിന്ദുവിൻ്റെ വീട്ടിൽ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാനായി എത്തിയിരിക്കുകയാണ്. ബിന്ദുവിൻ്റെ മകൾ നവമിയെ കാണാനായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മന്ത്രി. ന്യൂറോ സംബന്ധമായ ചികിത്സകൾക്കായി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച നവമിക്കൊപ്പമായിരുന്നു ബിന്ദു ആശുപത്രിയിലെത്തിയത്. ഇതിനിടയിലാണ് കെട്ടിടമിടിഞ്ഞ് അപകടമുണ്ടായി ബിന്ദു മരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞ് വീണ് മരിച്ച ബിന്ദുവിൻ്റെ വീട്ടിലാണ് മന്ത്രി വാസവനുള്ളത്. ഇപ്പോൾ ബിന്ദുവിൻ്റെ മകൾ നവമിയുടെ ചികിത്സാർത്ഥമായിരുന്നു അവർ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പ്രിൻസിപ്പലിനും ഒപ്പം എത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് മന്ത്രി VN വാസവൻ. നവമി 4ാം വർഷം നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ന്യൂറോ സംബന്ധമായ ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയ്ക്കായിട്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നത്. ഇപ്പോൾ നവമിയെ കണ്ട് സംസാരിക്കുകയാണ് മന്ത്രി. നേരത്തെ ബിന്ദുവിൻ്റെ അമ്മയെയും ഭർത്താവിനെയും കണ്ട സമയത്ത് മന്ത്രി പറഞ്ഞത് കുടുംബത്തിനൊപ്പം തന്നെ സർക്കാരുണ്ട്, ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിക്കും. എന്ത് സഹായത്തിനും ഈ മെഡിക്കൽ കോളേജിലെ അധികൃതരെ, പ്രത്യേകിച്ച് പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് കാര്യങ്ങൾക്കും അവർ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പാണ് അല്പസമയം മുൻപ് മന്ത്രി VN വാസവൻ കുടുംബത്തിന് നൽകിയത്. ഇപ്പോൾ നവമിയെ കണ്ട ശേഷം മന്ത്രി ഉദ്യോഗസ്ഥരുമായി ആലോചനകൾ നടത്തുകയാണ്. നേരത്തെ കുടുംബത്തിന് ധനസഹായം, ഒപ്പം മകൾക്ക് ജോലി തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ നേരത്തെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. ആ ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് സമരവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരും എത്തിയില്ല, മന്ത്രിമാരാരും എത്തിയില്ല എന്നൊരു ആക്ഷേപം കൂടി ഉന്നയിക്കപ്പെട്ടിരുന്നു. അതിനിടയിലാണ് മന്ത്രി VN വാസവൻ, കോട്ടയത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ബിന്ദുവിൻ്റെ വീട്ടിൽ എത്തി കുടുംബാംഗങ്ങളെ സന്ദർശിക്കുന്നത്. ബിന്ദുവിൻ്റെ കുടുംബത്തിനുള്ള ധനസഹായം അടുത്ത മന്ത്രിസഭാ യോഗത്തിലാകും പ്രഖ്യാപിക്കുക. പക്ഷേ ഇപ്പോൾ താൽക്കാലിക ധനസഹായമായി 50,000 രൂപ കുടുംബത്തിന് കൈമാറി. കുടുംബം തങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ മന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ബിന്ദു ആ കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗം ബിന്ദുവായിരുന്നു. ബിന്ദു ജോലിക്ക് പോയി കിട്ടുന്ന പണം കൊണ്ടാണ് 2 മക്കളെയും പഠിപ്പിച്ചത്, കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ കുടുംബം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. മകൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുന്നു, മകൾ 4ാം വർഷം നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. ഒട്ടേറെ പ്രാരാബ്ദങ്ങൾക്കിടയിലും ആ കുടുംബത്തെ ആ രീതിയിലെങ്കിലും കൊണ്ടുപോകാൻ ബിന്ദുവിൻ്റെ
ഈ ഒരൊറ്റ വരുമാനം മാത്രമാണ് ഉണ്ടായിരുന്നത്. 2 മക്കളും ലോൺ എടുത്താണ് പഠിച്ചിട്ടുള്ളത്. അവരുടെ അത്തരം ബാധ്യതകളുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം സർക്കാരിന് മുന്നിലേക്ക് ഈ കുടുംബം അവതരിപ്പിച്ചു. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, മന്ത്രി കുടുംബാംഗങ്ങളോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാമായിരുന്നു. പ്രാഥമികമായി ഏതൊക്കെ രീതിയിലുള്ള സഹായമാണ് ഇപ്പോൾ സർക്കാർ വാഗ്ദാനം ചെയ്യുന്നത്? കുടുംബത്തിനൊപ്പമുണ്ട് എന്നൊരു വാഗ്ദാനം തന്നെയാണ് മന്ത്രി നൽകുന്നത്. ഒപ്പം തന്നെ ധനസഹായം എത്രയാണ് എന്നത് സംബന്ധിച്ച് മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുക്കുക. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യങ്ങൾ ആലോചിക്കുകയും ഇക്കാര്യത്തിലുള്ള പ്രഖ്യാപനം നടത്തുകയും ചെയ്യും എന്നാണ് മന്ത്രി വി എൻ വാസവൻ കുടുംബാംഗങ്ങളെ അറിയിച്ചിട്ടുള്ളത്. ഈ സംസ്കാര ചടങ്ങുകൾക്കായി 50,000 രൂപയും കൈമാറിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഉൾപ്പെടെയുള്ള നിരവധി ഉദ്യോഗസ്ഥർക്കൊപ്പമാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. ആശുപത്രി HDC ഫണ്ടിൽ നിന്നാണ് 50,000 രൂപ, അതായത് ആശുപത്രിയുടേതായിട്ടുള്ള ഫണ്ടിൽ നിന്നാണ് 50,000 രൂപ ഈ കുടുംബത്തിന് കൈമാറിയിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് TK ജയകുമാറും പ്രിൻസിപ്പൽ വർഗീസ് പി പുന്നൂസും ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഈ നവമിയുടെ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട പരിപൂർണമായ സഹായവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് ഏത് ദിവസമാണ് എത്തേണ്ടത് എന്നത് സംബന്ധിച്ച്, അതായത് ഈ കുടുംബത്തിന് ഏത് ദിവസമാണ് നവമിക്ക് എത്താൻ കഴിയുക, അതിനനുസരിച്ച് എത്തുക. ബാക്കി അവിടെ ആശുപത്രി അറിയിച്ചു കഴിഞ്ഞാൽ പരിപൂർണമായും എല്ലാ സഹായങ്ങളും ഈ കുടുംബത്തിനുണ്ടാകും. ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉണ്ടാകും എന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ചില മരുന്നുകളൊക്കെ നൽകിയ ശേഷമാണ് ഈ കുടുംബം ഈ നവമിയെ ഇവിടേക്ക് വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കുടുംബം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സന്ദർശനം പൂർത്തിയാക്കി മന്ത്രി വി എൻ വാസവൻ പുറത്തേക്ക് വരികയാണ്. വൈകാതെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം, എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നത് സംബന്ധിച്ചൊരു പ്രതികരണം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ വീടിൽ ഇവിടെ വളരെ പരിമിതമായ സൗകര്യമാണുള്ളത്. വീടിന്റെ കുറച്ച് പുറത്തുള്ള ഭാഗത്തേക്ക് എത്തിയ ശേഷം അവിടെ വെച്ചായിരിക്കും പ്രതികരണം ഉണ്ടാകുക. തീർച്ചയായും മന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ നമുക്ക് നേരിട്ട് മന്ത്രിയുടെ തന്നെ പ്രതികരണം തേടാൻ കഴിയുന്നതാണ്. ഈ കുടുംബത്തെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. ബിന്ദു അത്ര ചെറിയ ജോലിയാണ്, ചെറിയ ശമ്പളം കിട്ടുന്ന ജോലിയാണ് ചെയ്തിരുന്നത് എങ്കിൽ പോലും ഈ 2 കുട്ടികളെയും ഇത്രയും പ്രധാനപ്പെട്ട കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്നു. ആ നിലയിൽ വളർത്തിക്കൊണ്ടുവന്നതാണ്. പക്ഷെ അതിന് പലതരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകളും ഉണ്ടായിട്ടുണ്ട്. ആ കടം കൂടി വീട്ടുന്നതിനാവശ്യമായ സഹായം ഉണ്ടാകണമെന്ന് ഭർത്താവ് വിശ്രുതൻ ഈ മന്ത്രി വി എൻ വാസവനോട് ആവശ്യപ്പെടുന്നതും നമ്മൾ കണ്ടു. എന്തായാലും വൈകാതെ ഈ കാര്യത്തിൽ മന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകും. വളരെ ഒരു നടവഴി മാത്രമുള്ള ഒരു സ്ഥലമാണ് ശ്രീജ. ഇവിടേക്ക് എത്തിപ്പെടുക അത്രയും എളുപ്പമുള്ള ഒരു വഴി പോലുമല്ല. അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ ഒരു വളരെ ചെറിയൊരു മുറി വീട്ടിലാണ് ഈ കുടുംബം കഴിഞ്ഞിരുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ബിന്ദു തന്റെ 2 മക്കളെയും വളർത്തി വലുതാക്കി വലിയൊരു നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നത്. അവിടെയാണ് ഇങ്ങനെ ഒരു അതിദാരുണമായ ദുരന്തം ഈ കുടുംബത്തെ വേട്ടയാടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ദുരന്തത്തിന്റെ എന്താ പറയുക, ഒരു വലിയ നഷ്ടം നികത്താൻ സർക്കാരിന് എങ്ങനെ കഴിയും, അതിനെന്തായിരിക്കും നടപടികൾ ഉണ്ടാകുക എന്നുള്ളത് വരും ദിവസങ്ങളിലാണ് അറിയേണ്ടത്. എന്തായാലും ഈ കാര്യത്തിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി കൂടിയായ മന്ത്രി വി എൻ വാസവൻ ഇവിടേക്ക് എത്തുകയാണ്. വൈകാതെ ഇത് സംബന്ധിച്ച് അദ്ദേഹം അന്തിമമായി ഇക്കാര്യത്തിൽ എന്താണ് വാഗ്ദാനം നൽകുന്നത് എന്നത് സംബന്ധിച്ച് അന്തിമമായ വ്യക്തത വരും. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിനൊപ്പമുണ്ട്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുണ്ട്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് മന്ത്രി എത്തിയിരിക്കുകയാണ്. മന്ത്രിയുടെ പ്രതികരണം ഉടൻ. പ്രിൻസിപ്പലും രണ്ടുപേരും സാർ, ജയകുമാർ സാർ ഇങ്ങോട്ട് നൽകുന്ന ധനസഹായത്തിന്റെ ആദ്യ ഘടുവാണോ ഇപ്പോൾ കൈമാറിയത്? ഇപ്പൊ ഇന്ന് ഞങ്ങൾ ചെയ്തത് ശവസംസ്കാര ചടങ്ങിന് ആവശ്യമായ സാമ്പത്തിക സഹായം അടിയന്തരമായി കൊടുക്കേണ്ടതാണ്.
അത് മെഡിക്കൽ കോളേജിന്റെ HDS ഫണ്ടിൽ നിന്ന് 1,00,000 രൂപ ഇന്നലെ വൈകിട്ട് തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇവിടെ എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് അടിയന്തരമായി കൊടുത്തതാണ് ഇപ്പം ചെയ്തത്. ഇനി ക്യാബിനറ്റ് ചേർന്ന് അടുത്ത ക്യാബിനറ്റ്, സാധാരണഗതിയിൽ വലിയ തുകകൾ എപ്പോഴും തീരുമാനിക്കുന്ന ക്യാബിനറ്റാണ്. അത് കൃത്യമായി കളക്ടർ റിപ്പോർട്ട്, അദ്ദേഹം കൂടെയുണ്ട്, അദ്ദേഹം നാളെ തന്നെ ഇന്ന് തന്നെ റിപ്പോർട്ട് എഴുതി അയക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ക്യാബിനറ്റിൽ കുടുംബത്തിന് കൊടുക്കുന്ന ധനസഹായം പ്രഖ്യാപിക്കും. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ ഈ കാര്യം ഇങ്ങോട്ട് തന്നെ അന്വേഷിച്ചു, കുടുംബത്തിന്റെ സ്ഥിതി എന്താണ്. അപ്പോൾ വളരെ പാവപ്പെട്ട കുടുംബമാണെന്ന് അപ്പം തന്നെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്യാബിനറ്റിൽ ധനസഹായം കൊടുക്കുന്ന കാര്യം പരിഗണിക്കാം. മുഖ്യമന്ത്രി ഇന്നലെ തന്നെ സൂചിപ്പിച്ചു. ഇന്ന് രാവിലെ വീണ്ടും കണ്ടു, സംസാരിച്ചു. റിപ്പോർട്ട് വന്നോട്ടെ, ക്യാബിനറ്റിൽ വെച്ച് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് 11-ാം തീയതി ക്യാബിനറ്റിൽ തുക എത്രയാണെന്നത് തീരുമാനിച്ച് പ്രഖ്യാപിക്കും. അപ്പോൾ കുടുംബത്തിന് ഒരു സ്ഥിര ജോലി അല്ല പറയട്ടെ, ഞാൻ എല്ലാം കൂടെ പറയാം, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് പറയാം. ഞങ്ങൾ ഈ കാര്യത്തിൽ ആ കുടുംബം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നോട്ട് വെച്ച ആവശ്യം ആ കുട്ടിയുടെ ചികിത്സയാണ്. വീണയുടെ ആ കുട്ടി അപ്പോളോ ഹോസ്പിറ്റലിലെ 4ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. അവിടെ വെച്ചുണ്ടായ ഒരു അസുഖത്തെ തുടർന്ന് ഇവിടെ വന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തതാണ്. ഒരു സർജറി അനിവാര്യമാണ്. ആ സർജറിക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഡിമാൻഡ്. അത് ഇന്നലെ തന്നെ ആലോചിച്ചു. ബഹുമാന്യായ സൂപ്രണ്ടും പ്രിൻസിപ്പലും എൻ്റെ കൂടെ ഉണ്ട്. അവർ ആ കാര്യത്തിനോട് ഇവിടെ നേരിട്ട് പറയാനും എപ്പം ആ കുട്ടിയെ കൊണ്ട് വന്നാലും അപ്പം തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ആ സർജറി പൂർണ്ണമായി അതിന് ഭേദമാകുന്നോടം വരെ ട്രീറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായ എന്തെല്ലാം ചെലവുകൾ വരുമോ അത് മുഴുവൻ നമ്മൾ വഹിക്കും. ആ രൂപത്തിൽ ആ അസുഖം ഭേദമാക്കി കൊടുക്കാനുള്ള എല്ലാ ചുമതലയും ഗവൺമെന്റും ഈ ഹോസ്പിറ്റലിൽ ചേർന്ന് ഏറ്റെടുക്കുകയാണ്. അതായിരുന്നു അവരുടെ ആദ്യത്തെ ഡിമാൻഡ്. രണ്ടാമത് നമ്മളിപ്പോൾ ഫ്യൂണറലായിട്ടുള്ള അടിയന്തര സഹായം കൊടുക്കും. 3ാമത്തെ കാര്യം, മകനെ സംബന്ധിച്ചോളം ഒരു താൽക്കാലിക ജോലിയെങ്കിലും അടിയന്തരമായി വേണം. മെഡിക്കൽ കോളേജിന്റെ HDSൽ ഇപ്പോൾ താൽക്കാലികമായ അത്തരം ചില കാര്യങ്ങൾ ചെയ്യാൻ കളക്ടർ ചെയർമാനായി സൂപ്രണ്ട് സെക്രട്ടറിയായി ഞങ്ങളൊക്കെ മെമ്പർമാരായിട്ടുള്ള കമ്മിറ്റിയുണ്ട്. അതാലോചിച്ച് ആ കാര്യം പരിഗണിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് സ്ഥിരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചും ആലോചിക്കും. മറ്റൊരു കാര്യം ധനസഹായമാണ്. അത് ക്യാബിനറ്റ് ചേർന്ന് കൃത്യമായി പ്രഖ്യാപിക്കും. ഇങ്ങനെ അവർ മുന്നോട്ട് ആവശ്യപ്പെട്ട 4 കാര്യവും നടപ്പാക്കി ആ കുടുംബത്തോടൊപ്പം ഗവൺമെന്റുണ്ട്. സർക്കാർ കൃത്യമായി ആ ഗവൺമെന്റ് ഈ കുടുംബത്തിന് എന്തൊക്കെ ചെയ്തു കൊടുക്കണോ ആ കാര്യങ്ങൾ ചെയ്ത് അവരെ സംരക്ഷിക്കും. അതാണ് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഈ തരത്തിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ല, ഇപ്പൊ താൽക്കാലികം എല്ലാം അടിയന്തരമായി ചെയ്യാൻ പറ്റൂ. മറ്റേ ഗവൺമെന്റിന് ചെയ്യുന്നതിന് ക്യാബിനറ്റ് ഡിസിഷൻ വേണം, മറ്റു പല കാര്യങ്ങൾ വേണം. അതിന് മുമ്പ് തന്നെ മെഡിക്കൽ കോളേജ് HDSൽ താൽക്കാലിക ജോലിക്ക് എടുക്കാൻ നിലവിലുള്ള പ്രൊവിഷനുണ്ട്. അത് വേക്കൻസി നോക്കിയിട്ട് കളക്ടറാണ് അതിന്റെ ചെയർമാൻ, സെക്രട്ടറി സൂപ്രണ്ടുമാണ്. അത് ചർച്ച ചെയ്തിട്ട് അടിയന്തരമായി കൊടുക്കാൻ പറ്റും. അതാണ് അവരെ പെട്ടെന്ന് ആവശ്യപ്പെടുന്നത്. അത് പാരലായിട്ട്. അതിനുശേഷം പിന്നെ ശാശ്വതമായിട്ടുള്ളത് ക്യാബിനറ്റും അതുപോലെ ഗവൺമെന്റും പൊതുവിൽ ആലോചിക്കേണ്ട. അത് ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 കാര്യം ആലോചിക്കും, താൽക്കാലികവും ശാശ്വതവും. മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞതാണ് സാമ്പത്തിക സഹായം. സാമ്പത്തിക കളക്ടർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റ് കൂടി നമ്മൾ കൃത്യമായി ഇവരുടെ ദയനീയാവസ്ഥ റിപ്പോർട്ട് ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനം ഗവൺമെന്റ് ഭാഗത്തുണ്ടാവും. മുഖ്യമന്ത്രി ഇന്നലെ തന്നെ അത് സൂചിപ്പിച്ച് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്യാബിനറ്റ് കൂടിയേ തീരുമാനിക്കാൻ പറ്റും. അത് നിങ്ങൾക്കെല്ലാം അറിയാം, വലിയ തുകകൾ തീരുമാനിക്കുന്നതെല്ലാം ക്യാബിനറ്റാണ്. അപ്പോൾ ഇനിയത്തെ അടുത്ത ക്യാബിനറ്റ് എന്ന് പറയുന്നത് 11-ാം തീയതിയാണ്. 11-ാം തീയതി ക്യാബിനറ്റിൽ തീരുമാനിക്കും. കളക്ടർ റിപ്പോർട്ട് ഇപ്പോൾ അദ്ദേഹം രണ്ട് റിപ്പോർട്ടാണ്. ഒന്ന് ധനസഹായവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ മിനിസ്റ്ററിനോട് ആവശ്യപ്പെട്ടത് 2 ദിവസം കൊടുക്കാം, നാളെ കൊടുക്കും ഒരെണ്ണം. മറ്റേ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ കൊടുക്കും. ഇല്ല, നമ്മൾ ഒരു വർഷം ഞങ്ങളല്ലെന്നല്ല നിങ്ങൾ വരുന്നതിന് അവിടെ ആദ്യം ഉണ്ടായിരുന്നു. ഈ സംഭവം ഉണ്ടായപ്പോൾ തൊട്ട് ഞാനുണ്ടായിരുന്നു, വീണ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, അതുപോലെ സൂപ്രണ്ട് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് എല്ലാ കാര്യവും ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കയറ്റി വിടുന്നോടം വരെ അവിടെ ഉണ്ടായിരുന്നു. ആ കുടുംബത്തെ കാണാൻ നേരം അമ്മ മാത്രമേ ഇവിടെ ഉള്ളൂ. ഞങ്ങൾ വിളിച്ച് ചോദിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ അവരെല്ലാം മറ്റൊരവിടെ. അല്ല, നിങ്ങളും ഈ കാര്യത്തിൽ ഇങ്ങനെ പറയാം. ഞങ്ങൾ ഈ കാര്യത്തിൽ അപ്പം തൊട്ട് ആ സമയം തൊട്ട് ഇതിന്റെ പുറകെ കൊണ്ട് ഇന്നലെ ഏതാണ്ട് 11 മണിയോടുകൂടി മെഡിക്കൽ കോളേജിൽ എത്തിയിട്ട് ഇന്നലെ രാത്രി വൈകിയാണ് ഈ ബോഡി കയറ്റി വിട്ടതിന് ശേഷം മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. മുഖ്യമന്ത്രി അടക്കം മെഡിക്കൽ കോളേജിൽ എത്തിയതാണോ ഒന്നവരെ കാണാനായിട്ട്? ഇല്ല, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ മോർച്ചറിക്കകത്താണ് ബോഡി മോർച്ചറിക്കകത്ത് സാറിന് കയറി കാണാൻ ആരും പോകാറില്ല, കയറ്റാറുമില്ല.
പിന്നെ പിന്നെ അവിടെ ഈ മറ്റ് അതിന്റെ ആവശ്യം നിങ്ങളതായിരുന്നു. എന്ന് വെച്ചാൽ ചാനലുകാർക്ക് ഒരു മുമ്പിൽ ഷോ കാണിക്കാൻ കുറെ ആളുകൾ ബഹളമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മിനിസ്റ്ററുടെ ആരോഗ്യമന്ത്രി ഇറക്കിക്കൊണ്ട് പോകണം ചില ആളുകൾ വളം വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനൊരു ബഹളത്തിനൊക്കെ സീനുണ്ടാക്കുന്ന പണിയല്ല ആരോഗ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ഉള്ളത്. മറിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി അവിടെ കേന്ദ്രീകരിച്ചിരുന്ന് ഇന്നലെ അവിടെ ചെയ്യേണ്ട അടിയന്തര കാര്യം, ഒന്ന് ആക്സിഡന്റ് പറ്റിയപ്പോൾ അതിന് വളരെ പെട്ടെന്ന് ചെയ്യേണ്ട രക്ഷാദൗത്യം, 2 പരിക്ക് പറ്റിയവർക്ക് ചികിത്സ, 3 മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം, 4 തുടർന്ന് ആ കെട്ടിടത്തിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അവിടെയുള്ള 6 വാർഡുകളിലെ 360 രോഗികളെ നമ്മൾ പുതുതായി പണിതിട്ടിരിക്കുന്ന ബിൽഡിലേക്ക് മാറ്റുക. അത് ഇന്നലെ രാത്രി തന്നെ നടന്നു. അതുൾപ്പെടെ ബാക്കിയുള്ള ആർക്കും ഇനി ഒരു ആപത്ത് വരാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കുന്ന കൃത്യമായ നടപടികളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അത് രാത്രിയോടുകൂടിയാണ് ഫിനിഷ്. രാത്രി 1 മണിയായി തീരുമ്പോൾ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ് അവിടെ അടിയന്തരമായി. അതോടൊപ്പം തന്നെ ഇന്ന് ബാക്കി കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുള്ളൂ. ആ സമയമാകുമ്പോൾ ഇവരോട് ആശയവിനിമയം നടത്തി വൈകുന്നേരം ആകുമ്പോഴേക്ക് ഗവൺമെന്റിന്റെ അഭിപ്രായമായിട്ട് ഞങ്ങളോട് എത്തിച്ചേരുമെന്ന് പറഞ്ഞ് കൃത്യമായി വന്നു. അതുകൊണ്ട് ഇതിന്റെ ഇന്നലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്നത് കളക്ടറെ കൊണ്ട് ഞങ്ങൾ വിളിച്ചു വരുത്തി. ആ സമയത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉത്തരവിട്ടാണ് ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടന്നത്. ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾ എല്ലാം ഇടപെട്ടാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് വേറെ അതിനകത്ത് ഒരു അനാസ്ഥ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ സമയബന്ധിതമായിട്ട് നിങ്ങൾ ആരെങ്കിലും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന്റെ കൈകാര്യം പരിശോധിച്ചുള്ളൂ. 10:59 ഫയർഫോഴ്സ് JCB-കാരന് മെസ്സേജ് കൊടുത്തിരുന്നു. താമസിച്ചപ്പോൾ ഞാനാണ് വന്നിടപെട്ടിട്ട് എന്ത് താമസിക്കുന്നു പെട്ടെന്ന് വീണ്ടും വിളിച്ചു ഫയർഫോഴ്സ് ഓഫീസറോട് പറഞ്ഞു. അവിടെ 11:35-36 JCB കയറി വരുമ്പോൾ വലിയ രൂപത്തിൽ നമുക്ക് ബ്ലോക്കാണ്. കെട്ടടി ഇടിച്ചു പൊളിക്കേണ്ട സ്ഥിതി വരുമ്പോൾ രോഗികൾ താഴെ പോകും. അപ്പൊ പിന്നെ കാഷ്വാലിറ്റി എന്നുള്ള രോഗികളെ കൊണ്ടുവന്ന റൂട്ട് മാത്രമാണ് ഉള്ളത്. അതിലേക്ക് ഏറ്റുകൊണ്ട് JCB ഇറ്റാച്ചി കയറി വരുമ്പോൾ അത് ഇടിഞ്ഞു താഴെ പോകാം. അതിനുള്ള ബലവത്താക്കിക്കൊണ്ടാണ് അതിലേക്ക് കയറി വരുന്നത്. ആ കയറി വരുമ്പോഴാണ് വാതിൽ കൂടി ഇത് കടക്കാതെ വന്നു. പിന്നെ ആ വാതില് ഇരുമ്പ് കമ്പിയാണ്, അത് മുഴുവൻ ആക്സോ കൊണ്ടുവന്ന് അറുത്ത് മുറിച്ച് മാറ്റിയിട്ടാണ് അത് കയറ്റി വരുന്നത്. നിങ്ങളാരും ആ ഭാഗം ശ്രദ്ധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ആ JCB കയറി വന്ന സമയത്ത് ഇത്തരം തടസ്സങ്ങളുണ്ടായതാണ് അവിടെ ഒരു താമസം. ഇനി അതെല്ലാം നിങ്ങൾ എടുത്തു. ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ അതുകൂടെ പരിശോധിക്കും. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു നേച്ചർ ഓഫ് ഡെത്ത്. അത് കൃത്യമായി ഇൻസ്റ്റന്റ് ഡെത്താണ് പറയുന്നത്. എന്നുവെച്ചാൽ ഇത് വീണപ്പോൾ തന്നെ തലയൊട്ടി പൊട്ടി ഇത് സംഭവിക്കും. ശ്വാസം മുട്ടി അല്ല മരിച്ചിരിക്കുന്നത്. അതോടെ വരുമ്പോഴാണ് അതിന്റെ കൃത്യത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. മിനിസ്റ്റർ ആശുപത്രി അധികൃതർ കൂടി ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. അദ്ദേഹം ഉണ്ടല്ലോ ഇവിടെ, 2 പേരുണ്ട്, പ്രിൻസിപ്പലും സൂപ്പറും. ശരിക്കും ഈ രോഗികൾ ഉൾപ്പെടെ ശുചിമുറികൾ ഉപയോഗിച്ചിരുന്നു, ആ പഴയ കെട്ടിടത്തിൽ ഉപയോഗിച്ചിരുന്നു. അതെന്തുകൊണ്ടാണ് നിങ്ങൾ അറിയാതെ പോയത്? അറിയാണ്ട് പോയെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് ആശുപത്രിയിലെ ആ താഴത്തെ 2 നിലകളിലെ നമ്മളത് അതിന്റെ പുതിയ ഫണ്ടുകൾ ഇന്നാണ് നമ്മൾ PWD-ക്കാരുമായിട്ട് വിശദമായിട്ട് സംസാരിക്കുന്നത്. ഇന്നലത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ വിശദമായിട്ട് അതിന്റെ പേപ്പറുകളെല്ലാം പരിശോധിക്കുമ്പോൾ താഴത്തെ 2 കുളിമുറികൾ, ആ ശുചിമുറികൾ റിപ്പയർ ചെയ്യേണ്ട സമയത്ത് അവർ തന്നെ നോക്കുമ്പോൾ ആ ഭിത്തികളിൽ ഇടിച്ച് അതിൽ പ്ലാസ്റ്ററിങ് കളഞ്ഞ് ടൈല് മാറ്റി അതിലൊരു പണി നടത്തുന്നത് മോശമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അപ്പുറത്ത് പുതിയ ശുചിമുറികൾ പണിയുകയും ഇത് പൂട്ടി, അത് പണിത് കഴിഞ്ഞിട്ടാണ് ഇത് പൂട്ടുന്നത്. ഓക്കെ. പിന്നെ ഈ ഒരു ബിൽഡിങ്ങിന് മൊത്തമായിട്ട് ഒരു ബലക്ഷയമുള്ളത് പരിശോധിക്കണം. 3 പരിശോധന ഇതൊരിക്കലും ഇവാക്യുവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഈ കുളിമുറിക്ക് പ്രത്യേകമായിട്ട് മറ്റ് ബിൽഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കുളിമുറിക്ക് പ്രത്യേകമായിട്ട് ബലക്ഷയമുണ്ടെന്നും അത് മാത്രം ഉപയോഗിക്കരുതെന്നും എങ്ങും റിപ്പോർട്ടുകളില്ല. അപ്പോൾ നമ്മൾ ഇതിന്റെ താഴത്തെ ഭാഗത്തെ പണികൾ നടക്കുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് പഠിക്കുക. അതിന്റെ ആ വെള്ളം ഒന്ന് വലിയാൻ വേണ്ടിയിട്ടാണ് അന്ന് താൽക്കാലികമായി അടച്ചിടുകയും പിന്നെ അത് കഴിഞ്ഞ് താൽക്കാലികമായിട്ട് അടച്ചിടുകയും പിന്നീട് അതിനുശേഷം ഇത് നമ്മൾ പിന്നീട് ഈ രോഗികളുടെ ബുദ്ധിമുട്ടും വിഷമതകളും, അതായത് അവർ വേറൊരു വാർഡിലേക്ക് ആളിനെ ചുമന്നുകൊണ്ടോ അല്ലെങ്കിൽ ട്രോളിയിലും വീൽചെയറിൽ ഷിഫ്റ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് താൽക്കാലികമായിട്ട് അത് തുറന്നു കൊടുക്കുകയായിരുന്നു. അത് ഇന്ന് PWD-ക്കാരത് വിശദമായിട്ട് പരിശോധിക്കുകയുണ്ടായി. അതിന്റെ പഴയ എല്ലാ ഇതും പരിശോധിക്കുകയുണ്ടായി. അത് അങ്ങനെ ആ ഒരു പ്രത്യേക കുളിമുറിക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഒരു അപകടാവസ്ഥ ഉള്ളതായിട്ട് എങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ജനപ്രതിനിധികൾക്കെതിരെയുള്ള വിമർശനമൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ ഡോക്ടർ ജയകുമാറിനെ പോലെയുള്ള കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു ഡോക്ടറെ കുറിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളടക്കം അപകീർത്തികരമായ രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്നത് ശരിയായ രീതിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളത് ശ്രദ്ധാപൂർവം കേൾക്കേണ്ടത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തുകൊണ്ടും ചോദിച്ചു. ഈ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ, അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ നോക്കിക്കാണേണ്ടത്. അദ്ദേഹത്തിന് സംസ്ഥാന ഗവൺമെന്റ് കേരളശ്രീ പദവി കൊടുത്ത് ആദരിച്ചതും സംസ്ഥാന ഗവൺമെന്റ് ബെസ്റ്റ് ഡോക്ടർക്കുള്ള അവാർഡ് കൊടുത്ത് ആദരിച്ചതും വെറുതെ ആയിരുന്നില്ല. അദ്ദേഹം ഒരു വർഷം
2000-ഓളം സർജറിക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. കാർഡിയോതൊറാസിക് സർജറി, അത് ഓപ്പൺ ഹാർട്ട് സർജറി, ബൈപ്പാസ് സർജറി, വാൽവ് റീപ്ലേസ്, ഇത്തരം കാര്യങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ റെക്കോർഡിട്ട് ഓരോ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജ്. അത്രയും റെക്കോർഡുണ്ടാക്കുന്നതിന്റെ പിന്നിൽ ഡോക്ടർ ടി.കെ. ജയകുമാറിന്റെ നിതാന്ത ജാഗ്രതയും കഠിനാധ്വാനവും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത, അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റാണ്. അദ്ദേഹം ഏത് കാലഘട്ടത്തിലും, കോവിഡ് കാലഘട്ടത്തിൽ പോലും, ഞാൻ ഒരു കാര്യം പറയട്ടെ, കോവിഡ് കാലഘട്ടത്തിൽ എന്നും ഭക്ഷണം കൊടുക്കാൻ എടുത്തിക്കൊണ്ടിരുന്ന ഒരു എളിയ പൊതുപ്രവർത്തകനാണ്. ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഒരു 15,65,000 പേർക്ക് 2 വർഷം ഞങ്ങൾ കോവിഡ് കാലത്ത് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, രോഗികൾക്ക് സൗജന്യമായി. ഈ സമയത്ത് ചെല്ലുമ്പോഴെല്ലാം ഈ ഡോക്ടറെ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം സർജറിയില്ല. ആ കാലത്ത് കേരളത്തിലെ പല മെഡിക്കൽ കോളേജും അടച്ചിട്ടു തിയേറ്റർ. പക്ഷേ മംഗലാപുരത്തു നിന്നും മധുരയിൽ നിന്നും വന്ന രോഗികളെ പോലും അന്ന് രാത്രി മെനക്കെട്ട് നിന്ന് സർജറി നടത്തിയിട്ട് എനിക്കറിയാം. 10 വയസ്സുകാരോടും അദ്ദേഹം കൈക്കൂലി വാങ്ങിക്കില്ല. ആർക്കും ഒരാക്ഷേപമില്ല. കയ്യിൽ നിന്ന് ശമ്പളം എടുത്തിട്ട് ചില രോഗികളെ അദ്ദേഹം രക്ഷപ്പെടുത്തുന്നുണ്ട്. ഞാൻ മറ്റ് 2-3 കാര്യം കൂടി സാക്ഷ്യപ്പെടുന്നു. ഒന്ന്, നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 10 ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ഏക മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ്. 2, ഏറ്റവും കൂടുതൽ ഓപ്പൺ ഹാർട്ട് സർജറിയും വാൽവ് റീപ്ലേസും ബൈപ്പാസ് സർജറിയും നടത്തുന്ന മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജാണ്. ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി നടത്തുന്ന മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജാണ്. 3 പ്രാവശ്യം ഇന്ത്യയിൽ തന്നെ റെക്കോർഡിട്ട് മുന്നിൽ വന്നിരിക്കുന്നു. അതിൽ അന്നത്തെ ഡോക്ടർ വി. എൻ. ജയപ്രകാശും സാറും അതിന്റെ നേതൃത്വപരമായ പങ്കുവച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപക്ഷെ ആദ്യത്തെ ടെസ്റ്റ് ശിശു ജനിച്ച സ്ഥലം കോട്ടയം മെഡിക്കൽ കോളേജ്. ആദ്യത്തെ ട്രോമ ഐസിയിലെ 1000-ൽ പരം കീഹോൾ സർജറി നടന്ന ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജാണ്. ആദ്യത്തെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്ന മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഇപ്പോൾ 7 ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിരിക്കുന്നു. ഇങ്ങനെ പാവപ്പെട്ടവന് 10, 40, 50 ലക്ഷം ചെലവിടേണ്ടി വരുന്ന ഈ വലിയ ശുശ്രൂഷകൾ ചുരുങ്ങിയ പൈസയ്ക്ക് ചെയ്തു കൊടുത്ത് ഈ മെഡിക്കൽ കോളേജിനെ ഈ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും സത്യസന്ധനായ ആത്മാർത്ഥതയുള്ള 100%, അത് 24, ചിലപ്പോൾ 2-3 മണിക്കൂർ ചിലപ്പോഴൊക്കെ ഉറങ്ങാറുള്ളൂ. നമ്മൾ രോഗിയുടെ കാര്യം എല്ലായിടത്തും നമുക്ക് വിളിച്ചു പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കും, ഫോൺ എടുത്തിട്ട് കാര്യങ്ങൾ തിരിച്ച് സംസാരിക്കും. രോഗിയെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗി ബോധം വീട്ടി അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് പോകും. ഇങ്ങനെയുള്ളൊരു ഡോക്ടറെ കുറിച്ച് അത്തരം ആക്ഷേപങ്ങൾ വിളിച്ചു പറയാൻ ഈ പറയുന്നവരുടെ സ്വഭാവവും ആ സംഘടനയുടെ ശീലവുമായിരിക്കാം. ഒരിക്കലും നമുക്ക് ഇദ്ദേഹത്തെ അറിയാവുന്നവരും പൊതുസമൂഹം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ദൈവതുല്യമായി അങ്ങേരെ കാണുന്ന ഒരു സമൂഹം ഈ നാട്ടിലുണ്ട്. അത്രത്തോളം ആളുകളെ രക്ഷപ്പെടുത്തിയ ആളാണ് ഡോക്ടർ ടി.കെ. ജയകുമാർ. ഞാനിത് വെറുതെ പറയുന്നില്ല, ഞാൻ സാക്ഷിയാണ് പലപ്പോഴും. അങ്ങനെയുള്ള ഡോക്ടറെ കുറിച്ച് അനാവശ്യം പറയാം. അങ്ങനെ ആരെക്കുറിച്ച് ഒരു അനാവശ്യം പറയില്ല. ഇതൊക്കെ പറയുന്ന ആ സംഘടനയെക്കുറിച്ച് പോലും അദ്ദേഹം അനാവശ്യം പറയില്ല. ഞങ്ങളൊക്കെ പിന്നെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാഗമായിട്ട് ഇത് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ആരെക്കുറിച്ചും അനാവശ്യം പറയില്ല. നിങ്ങളങ്ങനോട് സംസാരിച്ചു നോക്കും. എത്ര സൗമ്യ ഭാഷയിലാണ് കാര്യങ്ങൾ. ഏറ്റവും വിനയാന്വിതനായി നിന്നിട്ട് ഒരഹന്തയില്ലാതെ അങ്ങനെയുടെ ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടി കാത്തു നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരു നല്ല നിലയിൽ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ഡോക്ടർ അങ്ങനെക്കുറിച്ച് അനാവശ്യം പറയാമോ? അങ്ങനെ ഒരിക്കലും ആരെക്കുറിച്ച് ഒരാക്ഷേപം പറഞ്ഞ് ആരെയും കളങ്കപ്പെടുത്താൻ വരുന്ന ആളല്ല. അപ്പൊ ചില ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞൊക്കെ ഞാനും കേൾക്കാം. എനിക്ക് കേട്ടപ്പോൾ വല്ലാത്ത ഫീലിങ്സ് തോന്നി. നമുക്കൊക്കെ എന്ത് വേണമെങ്കിലും കേൾക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ഇത്രയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ ആക്ഷേപം കേൾക്കേണ്ടതുണ്ടോ? ആകെ വേണമെങ്കിൽ പ്രൈവറ്റിലേക്ക് പോയാൽ അദ്ദേഹത്തിന് കോടികൾ കൊടുത്ത് കൊത്തിയെടുത്തുകൊണ്ട് പോകാൻ പ്രൈവറ്റ് ആശുപത്രിക്കാരൻ എനിക്ക് എങ്ങനെ പോലും ഡോക്ടറെ കിട്ടും. ഇത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള, ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്രയും അദ്ദേഹത്തെ കമ്മിറ്റ്മെന്റോടുകൂടി ഒരു ജോലി ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ഡോക്ടർമാരെ മെഡിക്കൽ കോളേജിലെയും എല്ലാ സ്ഥലത്തെയും, കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും പോയിട്ടുള്ള ആളാണ്. എല്ലാ നിലയിലുള്ള ഡോക്ടർമാരുമായിട്ട് സൗഹൃദമുണ്ട്. പക്ഷേ ഇത്രയേറെ കമ്മിറ്റ്മെന്റോടുകൂടി ഒരു സൂപ്രണ്ട് എന്ന രൂപത്തിൽ അഡ്മിനിസ്ട്രേഷന്റെ രംഗത്തും ഫിഷഗ്വരൻ എന്ന രൂപത്തിൽ തന്റെ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചും സർജറിയുടെ രംഗത്തും എല്ലാം ഒരു ഓൾറൗണ്ടറായി നിന്നുകൊണ്ട് പബ്ലിക്കിനോടുള്ള സമീപനം നിങ്ങൾ പരിശോധിക്കും. എത്രത്തോളം വിനയാന്യനായിട്ടുള്ള അങ്ങനെ ഇടപെടുന്നത്. പല സ്ഥലത്ത് ഈ അടുത്ത കാലത്ത് പള്ളിക്കത്തോട്ടിലെ ഒരു രോഗി കേരളത്തിലെ അല്ല ഇന്ത്യയിലെ പല ആശുപത്രിയിലും പോയിട്ട് നടക്കാത്ത ഈ പുറത്തൊരു ട്യൂമർ വന്നിട്ട് 42 കിലോ ഉണ്ടായിരുന്നു. എല്ലാവരും ഒഴിവാക്കി വിട്ടു. അദ്ദേഹമാണ് അദ്ദേഹത്തെ സർജറി നടത്തി. അദ്ദേഹം വന്ന് കാൽക്കൽ വീഴുന്ന രംഗത്തിന് ഞാൻ സാക്ഷിയാണ്. അങ്ങനെ ഈ മെഡിക്കൽ കോളേജിനെ അദ്ദേഹം സ്വന്തം കുടുംബം പോലെ വളർത്തിയെടുത്ത് മുന്നോട്ട് പോകുന്നു. അദ്ദേഹം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, ആ ബിൽഡിങ്ങിന്റെ കാര്യത്തിലും അദ്ദേഹം കേക്ക് ആ വിലക്ഷയത്തിന്റെ കാര്യത്തിലും അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ എല്ലാത്തിനും കൂടെ നിൽക്കുന്നു. അദ്ദേഹം ആദ്യം തൊറാസിക് സർജറിയുടെ പ്രോജക്ട് ഉണ്ടാക്കി എന്നെ തന്നപ്പോൾ അന്ന് ശ്രീമതി ടീച്ചറായിരുന്നു ആരോഗ്യമന്ത്രി. ഞാൻ അദ്ദേഹത്തിന്റെ അത് പാസ്സാക്കി കോട്ടയം MLA ആയിരിക്കുന്ന കാലത്തിൽ 27-ാം പൊക്കം ഓർഡർ തന്നു ശ്രീമതി ടീച്ചർ. അതുകൊണ്ട് കൊടുത്താണ് അദ്ദേഹം ഈ ഓപ്പൺ ഹാർട്ട് സർജറി, ബൈപ്പാസ് സർജറി, വാൽവ് റീപ്ലേസും തുടങ്ങിയത്. 1000 സർജറി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം വിളിച്ചു. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ
കെട്ടിടം തകർന്നു വീണ് മരിച്ച തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിന് നാടിന്റെ അന്ത്യാഞ്ജലി. ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. രാവിലെ മൃതദേഹം കോട്ടയം തലയോലപ്പറമ്പിലെ വീട്ടിലെത്തിച്ചപ്പോൾ വികാരനിർഭരമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഉറ്റവരും ഉടയവരുമടക്കം നിരവധി പേരാണ് ബിന്ദുവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. അമ്മയുടെ വിയോഗത്തിന്റെ ഞെട്ടലിൽ വിറങ്ങലിച്ചിരുന്ന മകൾ നവമിയെയും അലമുറയിട്ട് കരഞ്ഞ മകൻ നവനീതിനെയും ആശ്വസിപ്പിക്കാനാകാതെ പലർക്കും നിസ്സഹായരാകേണ്ടി വന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ചാണ്ടി ഉമ്മൻ, CK ആശ MLA തുടങ്ങിയവർ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. തുടർന്ന് ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. അതേസമയം രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായി എന്ന് ബിന്ദുവിന്റെ കുടുംബം ആവർത്തിച്ചു. ഉത്തരവാദിത്തപ്പെട്ടവരുടെ വീഴ്ചയാണ് മരണത്തിലേക്ക് നയിച്ചത്. ആരോഗ്യമന്ത്രിയോ മറ്റുത്തരവാദിത്തപ്പെട്ടവരോ വിളിച്ച് ഒരു ആശ്വാസവാക്ക് പറഞ്ഞില്ല എന്നും ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പ്രതികരിച്ചു. കാണാനില്ലാത്തപ്പോൾ അവിടെ ബഹളമായല്ലോ. അവിടെ ബഹളമായപ്പോൾ വാർഡിൽ കിടന്ന നമ്മുടെ ഇപ്പോൾ ഈ ബിന്ദു ഇരുന്ന വാർഡിൽ, എൻ്റെ കൊച്ചിരുന്ന വാർഡിലുള്ള ആൾക്കാരെയൊക്കെ മാറ്റിയല്ലോ. അവിടെ ഓപ്പറേഷൻ ചെയ്തവർ കിടക്കുന്നവരുണ്ട്, ബാക്കിയുള്ള ആൾക്കാർ കിടക്കുന്നവർ എല്ലാവരെയും അവർ മാറ്റി. കെട്ടിടം ഇടിഞ്ഞ് വരികയെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഉള്ള എല്ലാം ഷിഫ്റ്റ് ചെയ്ത് അവിടുന്ന്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി. ഭാര്യയെ കാണാനില്ല. ഞാൻ തിരക്കി പിടിച്ച് വന്നപ്പം ഈ കുഞ്ഞ് പറയുന്നത് അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന കാര്യം എനിക്കും അറിയത്തില്ലായിരുന്നു. ഏതാ കെട്ടിടത്തിൻ്റെ അവശിഷ്ടത്തിൻ്റെ അടിയിൽ കിടക്കുന്നത് എനിക്കറിയാം. മകൾ നവമിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ എത്തിയ ബിന്ദു കഴിഞ്ഞ ദിവസമാണ് അപ്രതീക്ഷിതമായുണ്ടായ അപകടത്തിൽ മരിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തലക്കേറ്റ ഗുരുതരമായ പരിക്കും ആന്തരിക രക്തസ്രാവവുമാണ് ബിന്ദുവിന്റെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അപകടത്തിൽ തലയോട്ടി പൊട്ടി തലച്ചോർ പുറത്തുവന്നു. വാരിയെല്ലുകൾ പൂർണ്ണമായും ഒടിഞ്ഞുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലെ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാ മുൻകരുതലുകളും സർക്കാർ ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മരിച്ച ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉചിതമായ സഹായം നൽകും. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. സർക്കാരിന്റെ സഹായങ്ങളും പിന്തുണയും ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. മരിച്ച ബിന്ദുവിന്റെ ഭർത്താവിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് സർക്കാർ ഒപ്പമുണ്ടെന്ന് അറിയിച്ചതായി ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പറഞ്ഞു. സർക്കാരിന്റെ വാക്കിൽ വിശ്വസിക്കുന്നു. മക്കൾക്ക് ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിട്ട് അറിയിക്കാമെന്നാണ് മന്ത്രി അറിയിച്ചതെന്നും വിശ്രുതൻ പറഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യം തള്ളി CPM. ആരോഗ്യമന്ത്രിക്കെതിരെ നടക്കുന്നത് ആസൂത്രിതമായ അതിക്രമമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. രക്ഷാപ്രവർത്തനം ഒരു ഘട്ടത്തിലും നിർത്തിവെച്ചിട്ടില്ല, വൈകിയതുമില്ല. കുടുങ്ങിപ്പോയ ആളുകളെ കണ്ടെത്താൻ എടുത്ത സ്വാഭാവിക കാലതാമസം മാത്രമാണ് ഉണ്ടായത്. കനകൂലു സിദ്ധാന്തത്തിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ പ്രചാരവേലകളെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പ്രതിപക്ഷം പറയാൻ തുടങ്ങി എത്ര കാലമായി? 4 കൊല്ലം മുമ്പേ പറഞ്ഞു തുടങ്ങിയല്ലേ. അതിലൊരു കാര്യമില്ല, എല്ലാവർക്കും അറിയാലോ. ഏത് പ്രശ്നം വരുമ്പോഴും മുഖ്യമന്ത്രി രാജിവെക്കണം, മന്ത്രി രാജിവെക്കണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അതൊന്നും രാജിവെക്കാനൊന്നും ആരും പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അവർക്കും അറിയാം. അതിലൊന്നും യാതൊരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നവും അതിനകത്ത് കുറിച്ച്. ഇത് കനകോലു സിദ്ധാന്തത്തിന്റെ ഭാഗമായി അവർ പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ്. പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ പോയി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വേറൊന്നും സംഭവിച്ചില്ല എന്നുള്ളതുകൊണ്ട് എല്ലാ രക്ഷാപ്രവർത്തനവും അവസാനിപ്പിച്ചു എന്ന തെറ്റായ കളവായ പ്രചാരവേലക്ക് കൂട്ടുനിൽക്കാൻ പാടുണ്ടോ? അവർ പോയതിനു ശേഷം അവിടെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും നിർത്താൻ പറഞ്ഞിട്ടുണ്ടോ? സജീവമായി കൊണ്ടുവരാൻ തുടരാനല്ലേ പറഞ്ഞത്.
അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള മുഴുവൻ സെറ്റും ചേർന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് പ്രവേശിക്കാനുള്ള വഴിയിൽ ഉണ്ടായിരുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടല്ലേ അങ്ങോട്ട് പ്രവേശിപ്പിച്ചത്. അപ്പോൾ അതാണ് നമ്മൾ പറയേണ്ടത്. അത് പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലും പറയല്ല വേണ്ടത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് ബിന്ദു മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമായി. മന്ത്രിയുടെ രാജിക്ക് പുറമെ ജുഡീഷ്യൽ അന്വേഷണം കൂടി വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. എന്നാൽ അപകടമുണ്ടായപ്പോൾ തെരച്ചിൽ നിർത്തിവെക്കാൻ പറഞ്ഞു എന്നത് തെറ്റായ പ്രചാരണമെന്ന് മന്ത്രി വി എൻ വാസവൻ വിശദീകരിച്ചു. അപകടം നടന്ന് 20 മിനിറ്റിനുള്ളിൽ ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജിലെത്തിയെങ്കിലും ആളൊഴിഞ്ഞ കെട്ടിടമെന്ന പ്രസ്താവന രക്ഷാദൌത്യം വൈകിച്ചെന്നാണ് ആരോപണം. അപകടത്തെ ലഘൂകരിക്കാൻ ശ്രമിച്ച വീണ ജോർജ് രാജിവെക്കണമെന്ന ആവശ്യം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ധാർമ്മികമായും നിയമപരമായും മന്ത്രിസ്ഥാനത്ത് തുടരാൻ വീണ ജോർജിന് അർഹതയില്ലെന്നാണ് പ്രതിപക്ഷ നിലപാട്. കളക്ടർ തലത്തിലുള്ള അന്വേഷണം മാത്രം പോരെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. വളരെ പാവപ്പെട്ട വീടുപണി പൂർത്തിയാക്കാത്തൊരു കുടുംബമാണ്. ഞങ്ങൾ അവർക്ക് 25 ലക്ഷം രൂപ മിനിമം നഷ്ടപരിഹാരം ആ കുടുംബത്തിന് കൊടുക്കണം. ആ കുട്ടിയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണം. ആ കുടുംബത്തിൽ നിന്നൊരാൾക്കൊരു ജോലി കൊടുക്കാൻ സർക്കാർ തയ്യാറാകണം. ഇങ്ങനെയാണ് ഇനി അതാണ് ആശ്വസിപ്പിക്കാൻ പറ്റുന്നത്. ആരോഗ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യമല്ല. അവർ ഈ ആരോഗ്യ കേരളത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ആരോഗ്യ കേരളത്തെ അവർ വെന്റിലേറ്ററിലാക്കി. അവരുടെ PR പ്രൊപ്പഗാൻഡ മാത്രമാണ് ഉള്ളത്. കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും ഇത് തന്നെയാണ് സ്ഥിതി. ഇവിടെ എത്തിയ മന്ത്രിമാര് അവരിവിടെ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും ആവശ്യമായ രക്ഷാപ്രവർത്തനം നടത്താനും നിർദ്ദേശം നൽകുന്നതിന് പകരം ഇവിടെ ആരുമില്ല, ഒന്നും പറ്റിയിട്ടില്ല എന്ന സംഭവത്തെ ലഘൂകരിക്കാനും വൈറ്റ് വാഷ് ചെയ്യാനുമാണ് അവർ ശ്രമിച്ചത്. അതിന്റെ ഫലമായിട്ടാണ് സത്യത്തിൽ മണ്ണിനടിയിൽപ്പെട്ട ബിന്ദുവിനെ രക്ഷിക്കാൻ തക്ക സമയത്തൊരു നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ മണ്ണ് മാറ്റി അവരുടെ ജീവൻ രക്ഷിക്കാൻ, അവർക്ക് ശ്വാസം കൊടുക്കാൻ, പ്രാണവായു കൊടുക്കാൻ പരിശ്രമിച്ചിരുന്നെങ്കിൽ അവർ 2.25 മണിക്കൂറിലധികം സമയം മണ്ണിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. മന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായും നിയമപരമായും യാതൊരു അർഹതയുമില്ല. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും നേതാക്കളും അപകടസ്ഥലം സന്ദർശിച്ചു. അതേസമയം രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന നിലപാടിലാണ് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയായ വി എൻ വാസവൻ. അപകടമുണ്ടായപ്പോൾ തെരച്ചിൽ നിർത്തിവെക്കാൻ പറഞ്ഞു എന്നത് തെറ്റായ പ്രചരണമാണ്. ഉപയോഗശൂന്യമായ കെട്ടിടമെന്ന് പറഞ്ഞതിന് മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ: അവിടെ ഒരു തരത്തിലുള്ള കാലതാമസവും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. യന്ത്രം കയറി വരാനുള്ള ബുദ്ധിമുട്ട് പ്രായോഗികമായി കെട്ടിടം ചുറ്റുമുള്ള ഒരു പ്രദേശമായിട്ട് പോയി നോക്കുന്നവർക്കറിയാം. ഇത് അകലെ നിൽക്കുന്നവർക്കാർക്ക് ഇത് അറിയില്ലല്ലോ. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. മന്ത്രിയുടെ ഓഫീസിന് മുന്നിലായിരുന്നു മഹിളാ കോൺഗ്രസ് പ്രതിഷേധം. ഓഫീസ് ഉപരോധിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭാവത്തിൽ തടയാൻ ശ്രമിച്ചത് വാക്കേറ്റത്തിന് ഇടയാക്കി. ശവമഞ്ചവുമായിരുന്നു മന്ത്രിയുടെ വസതിയിലേക്ക് RYF മാർച്ച് നടത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസിന് നേരെ കല്ലേറുണ്ടായി. ജലപീരങ്കി അടിച്ചപ്പോൾ ബാരിക്കേഡിന് മുകളിലേക്ക് വീണ പ്രവർത്തകന് പരിക്കേറ്റു. പോലീസ് തീർത്ത സുരക്ഷാവലയം മറികടന്ന് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ OP ബ്ലോക്കിന് മുന്നിൽ കുത്തിയിരുന്നായിരുന്നു BJPയുടെ പ്രതിഷേധം. പാവപ്പെട്ട മകൾക്ക് വേണ്ടി, സ്വർഗീയായിട്ടുള്ള അമ്മയ്ക്ക് വേണ്ടി, ജീവിച്ചിരിക്കുന്ന മകൾക്ക് വേണ്ടി, മകന് വേണ്ടി വേദനകൾ അനുഭവിച്ചുകൊണ്ട് എന്റെ സഹപ്രവർത്തകന്മാർ ഇവിടെ വന്നെത്തിയിരിക്കുകയാണ്. ഇതൊരു സൂചനാ സമരമാണ്. നിങ്ങൾ സൂപ്രണ്ടിനെ എങ്ങാനും തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചാൽ പിന്നെ കോട്ടയത്ത് 2 സമരം കൊണ്ട് കാര്യം തീരുമെന്ന് വാസവൻ മന്ത്രി വിചാരിക്കേണ്ട, വീണ ജോർജും വിചാരിക്കേണ്ട എന്ന് അറിയിക്കാൻ ഞങ്ങൾ ഈ സമരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. കോട്ടയം DCCയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മാർച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
കൊല്ലം, പത്തനംതിട്ട, തൃശൂർ എന്നിവിടങ്ങളിലും പ്രതിഷേധമിരമ്പി. പ്രതിഷേധം കണക്കിലെടുത്ത് വീണ ജോർജിന്റെ ഓഫീസിനു മുന്നിലും വീടിനു മുന്നിലും സുരക്ഷ വർദ്ധിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ മന്ത്രിക്കെതിരെ വിമർശനവും പരിഹാസവുമായി CPM നേതാക്കളും. മന്ത്രി പോയിട്ട് MLA ആയിരിക്കാൻ പോലും വീണയ്ക്ക് യോഗ്യതയില്ലെന്നായിരുന്നു CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ വിമർശനം. നടപടി പരിശോധിക്കുമെന്ന് പറഞ്ഞ് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം FBയിൽ പങ്കുവച്ച വീഡിയോയും മന്ത്രിയെ ട്രോളുന്നതാണ് എന്ന ചർച്ചയുണ്ട്. ഇടതു മന്ത്രിമാർക്ക് വീഴ്ച വന്നാൽ ന്യായാന്യായം നോക്കാതെ ന്യായീകരിക്കുക എന്നതാണ് സമീപകാല CPM ശൈലി. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം കൈകാര്യം ചെയ്തതിൽ മന്ത്രി വീണ ജോർജിന് എതിരായ വിമർശനത്തിലും മന്ത്രിക്കൊപ്പമാണ് പാർട്ടി. എന്നാൽ മന്ത്രിയുടെ നാട്ടിലെ പാർട്ടി നേതാക്കളിൽ പലരും വിമർശനം പരസ്യമാക്കി. മന്ത്രി പോയിട്ട് MLA ആയിരിക്കാൻ പോലും അർഹതയില്ലെന്നും കൂടുതലൊന്നും പറയുന്നില്ലെന്നുമായിരുന്നു പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ PJയുടെ ഫേസ്ബുക്ക് പ്രതികരണം. SFI മുൻ ജില്ലാ പ്രസിഡന്റായിരുന്നു ജോൺസൺ. ഇന്നലെ വൈകിട്ട് ആശുപത്രിയിൽ ചികിത്സ തേടിയ മന്ത്രിക്കെതിരെ കടുത്ത പരിഹാസമാണ് CPM ഏരിയ കമ്മിറ്റി അംഗം N രാജീവിന്റെ FB കുറിപ്പ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ് പരീക്ഷാ ദിവസം വയറുവേദന എന്ന കളവ് പറഞ്ഞ് വീട്ടിലിരിക്കുമായിരുന്നു. ഒത്താൽ രക്ഷപ്പെട്ടു. ഇവിടെ ചോദ്യങ്ങളിൽ നിന്നെന്ന വ്യത്യാസം മാത്രം. ഇപ്പം നമ്മളൊരു നിർദോഷമായ തമാശയൊക്കെയുള്ള പോസ്റ്റുകൾ സാധാരണ ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞ ഒരു ഏറെ സമയം കഴിഞ്ഞാണ് ബഹുമാനപ്പെട്ട മന്ത്രി ആശുപത്രിയിലായത്. അപ്പം അതും എൻ്റെ റീലുമായിട്ട് യാതൊരു ബന്ധമില്ല. വിമർശനങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറിയുടെ FB പോസ്റ്റുകൾ മന്ത്രിയെ ട്രോളുന്നതല്ലേ എന്ന സംശയവും പാർട്ടി പ്രവർത്തകർ ഉന്നയിക്കുന്നു. ജയിലിൽ നിന്ന് പുറത്തുവരുന്ന SFI വനിതാ നേതാവിനെ അമ്മയും പ്രവർത്തകരും ചേർന്ന് സ്വീകരിക്കുന്ന പഴയ വീഡിയോ ഇപ്പോൾ ഷെയർ ചെയ്തതിലാണ് സംശയം. എതിർചേരിയെ ഉദ്ദേശിച്ചാണെങ്കിലും സമര പോരാട്ടങ്ങളിലൂടെ കടന്നുവരാത്തവരെ കുണുവാവ എന്ന് വിശേഷിപ്പിക്കുന്നത് കൂടിയാണ് രാജു എബ്രഹാം ഷെയർ ചെയ്ത വീഡിയോ. കഴിഞ്ഞ തവണ തുടർഭരണം ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആരോഗ്യവകുപ്പിൽ നിന്ന് ഇപ്പോൾ തുടർച്ചയായി വീഴ്ചകൾ വരുന്നതാണ് പ്രവർത്തകരെ ചൊടിപ്പിക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ കളക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം ആരംഭിച്ചു. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കളക്ടർ പറഞ്ഞു. അതിനിടെ ആശുപത്രി കെട്ടിടങ്ങളിൽ അടിയന്തരമായി സുരക്ഷാ പരിശോധന നടത്താൻ DHS വിളിച്ച യോഗത്തിൽ നിർദ്ദേശം നൽകി. അപകടത്തിന് പിന്നാലെ മന്ത്രിമാർ നടത്തിയ പരാമർശങ്ങൾ തള്ളിക്കൊണ്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ പ്രതികരണവും വന്നു. കോട്ടയം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അപകടം നടന്ന സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. മെഡിക്കൽ കോളേജിലെ 10, 11, 14 വാർഡുകൾ കളക്ടർ സന്ദർശിച്ചു. കെട്ടിടത്തിന്റെ പഴക്കം, മുൻപ് കെട്ടിടം പൊളിച്ചു നീക്കാൻ ഉത്തരവ് നൽകിയിരുന്നോ തുടങ്ങിയ കാര്യങ്ങളും സംഘം പരിശോധിക്കും. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. എന്നാൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് 2 മണിക്കൂറിലധികം വൈകിയാണെന്നും അതാണ് ഒരു ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയതും എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ കാലതാമസമുണ്ടായെന്ന ആരോപണവും അന്വേഷണ പരിധിയിൽ വരും. കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് പൊതുമരാമത്ത് വിഭാഗത്തിൽ നിന്നും റിപ്പോർട്ട് തേടുമെന്ന് കളക്ടർ പറഞ്ഞു. അല്ല, അതിനകത്ത് പ്രാഥമികമായി ഞാൻ അപകട സ്ഥലം നടന്ന ഫ്ലോറിൽ, അതായത് 10ാം വാർഡാണ് ഞാൻ പ്രധാനമായും നോക്കിയത്. 10ാം വാർഡിലെ വടക്കേ അറ്റത്തുള്ള ടോയ്ലറ്റാണ് അപകട നിലയിലേക്ക് പോയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അപകടം സംഭവിച്ചതെന്ന് പ്രാഥമികമായി വിലയിരുത്തിയിട്ടുണ്ട്. ആ സ്ലാബുകൾ താഴേക്ക് അടർന്നു വന്നതിൻ്റെ ഭാഗമായി 14ാം വാർഡ്, തൊട്ട് താഴത്തെ നിലയിലെ 14ാം വാർഡിലെയും 11ാം വാർഡിലെയും, ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 11ാം വാർഡിലെയും സ്ലാബുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. അതിനിടെ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി മരിച്ച ബിന്ദുവിന് അന്തിമോപചാരം അർപ്പിച്ചു. അതേസമയം അപകടത്തിന് പിന്നാലെ വാർഡുകൾ പ്രവർത്തനക്ഷമമല്ലായിരുന്നുവെന്ന മന്ത്രിമാരുടെ വാദങ്ങൾ തള്ളുന്നതായിരുന്നു കോളേജ് പ്രിൻസിപ്പലിന്റെ പ്രതികരണം. 3 വാർഡുകൾ പൂർണ്ണമായും പൊളിഞ്ഞ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നുവെന്ന് ഡോക്ടർ വർഗീസ് പി പുന്നൂസ് ന്യൂസ് 18നോട് പറഞ്ഞു. വാർഡ് അടച്ചിട്ടില്ല. 11ഉം 14ഉം ഒക്കെ പേഷ്യൻസ് ഉള്ള വാർഡാണ്. പഴയ ടോയ്ലറ്റ് കോംപ്ലക്സ്, ഇപ്പം ഇന്നലെ തകർന്നു വീണ ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ് അടച്ചിരുന്നത്, വാർഡുകളല്ല. വാർഡിൽ പേഷ്യൻസ് ഉണ്ടായിരുന്നു. അവർക്ക് ബദൽ ടോയ്ലറ്റ് സംവിധാനങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. 2013-ൽ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയിട്ടും
എന്തുകൊണ്ട് മൂന്നാം നില തുറന്നു കൊടുത്തുവെന്ന ആരോപണവും ഉയരുകയാണ്. മാത്രമല്ല കഴിഞ്ഞ 12 വർഷം അങ്ങനെയൊരു കെട്ടിടം എന്തുകൊണ്ട് പൊളിച്ചു മാറ്റിയില്ലെന്ന ചോദ്യവും ഒരു വശത്തുണ്ട്. ഇക്കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊട്ടിഘോഷിക്കുന്ന കേരള ആരോഗ്യ മാതൃകയെ ചോദ്യം ചെയ്യുന്ന തുടർ സംഭവങ്ങൾ സർക്കാരിന് നാണക്കേടാവുകയാണ്. ആരോഗ്യവകുപ്പും മന്ത്രി വീണ ജോർജും നിരന്തരം വിവാദങ്ങളിൽ പെടുന്നതിൽ CPM-നുള്ളിലും അമർഷമുണ്ട്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രക്ഷോഭത്തിന് ഇറങ്ങിയതും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നു. പിണറായി സർക്കാരിന്റെ ഭരണ തുടർച്ചയിൽ ആരോഗ്യവകുപ്പിന്റെയും മന്ത്രിയായിരുന്ന KK ശൈലജയുടെയും സൽപ്പേര് പ്രധാന പങ്ക് വഹിച്ചിരുന്നു. കോവിഡും നിപയും കൈകാര്യം ചെയ്തതിലെ മികവ്, രാജ്യത്തെ ഏറ്റവും മികച്ച പൊതു ആരോഗ്യ സംവിധാനങ്ങളുള്ള സംസ്ഥാനമെന്ന പെരുമ, അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീപിടുത്തം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ദുരവസ്ഥയെക്കുറിച്ച് യൂറോളജി വിഭാഗം മേധാവിയുടെ തുറന്ന പറച്ചിൽ, തുടർച്ചയായ പേവിഷബാധ മരണങ്ങൾ, ഇപ്പോൾ കോട്ടയത്ത് ആശുപത്രി കെട്ടിടം തകർന്നു വീണുള്ള മരണം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം കേട്ടുകേൾവിയുള്ള അപകട കഥകൾ, അവ കേരളത്തിലും പതിവാവുകയാണ്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഗോഡൌണുകളിൽ തുടർച്ചയായി ഉണ്ടായ തീപിടുത്തവും ആരോഗ്യവകുപ്പിന് നാണക്കേടായിരുന്നു. വകുപ്പ് മാത്രമല്ല, ആരോഗ്യമന്ത്രിയും തുടർച്ചയായി വിവാദപ്പിടിയിലാണ്. MLA-മാർ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത മന്ത്രി എന്ന ദുഷ്പേരായിരുന്നു വീണ ജോർജിന് ആദ്യം. CPM MLA-യും ഡെപ്യൂട്ടി സ്പീക്കറും പരസ്യ വിമർശനം ഉന്നയിച്ചു. പേഴ്സണൽ സ്റ്റാഫിനെതിരെ ഉയർന്ന കൈക്കൂലി ആരോപണവും കളങ്കമായി. ആശാസമരം കൈകാര്യം ചെയ്ത രീതിയും ചോദ്യം ചെയ്യപ്പെട്ടു. പത്തനംതിട്ടയിലെ CPM നേതൃത്വവുമായുള്ള ഉരസലുകൾ വേറെ. ഭരണത്തിന്റെ അവസാന മാസങ്ങളിലേക്ക് കടക്കുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ ആരോഗ്യം തിരിച്ചുപിടിക്കുക എന്നത് സർക്കാരിനും CPM-നും വലിയ വെല്ലുവിളിയാണ്. കടുത്ത നടപടികളിലേക്ക് CPM കടക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തം. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളിലെ ദുരവസ്ഥയിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി. അടിസ്ഥാന സൗകര്യങ്ങളും ഉപകരണങ്ങളും ഉറപ്പുവരുത്തണമെന്നാണ് ഹർജിയിൽ ആവശ്യം. ആശുപത്രികളിൽ ശുചിത്വം ഉറപ്പുവരുത്താൻ നടപടിയെടുക്കണം. ഫലപ്രദമായ ഭരണ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നും ഹർജിയിൽ പറയുന്നു. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, the versatile jeweler. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,050 രൂപ, പവന് 72,400 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,470 രൂപ, പവന് 59,760 രൂപ. വെള്ളി ഗ്രാമിന് 119 രൂപ, കിലോഗ്രാമിന് 1,19,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, the versatile jeweler. ഇനി പ്രൈം ഡിബേറ്റുമായി മഞ്ജുഷ് ഗോപാൽ.